ദൈവത്തിന് സ്തോത്രം. റഷ്യയിൽ കനത്ത ക്രൈസ്തവ പീഡ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോകുകയോ ബൈബിൾ കയ്യിലിരിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമായിരിക്കുന്ന ഒരു സന്ദർഭം. ഒരു പെൺകുട്ടി, ദൈവത്തിന് സ്തോത്രം, ചർച്ച് മീറ്റിങ്ങിന് പോകുവാനായിട്ട് കവലയിൽ വന്നപ്പോൾ പോലീസുകാർ പിടിച്ചു നിർത്തി. എവിടെയാണ് പോകുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി കേൾക്കണോ? ഞങ്ങളുടെ മൂത്ത സഹോദരൻ മരിച്ചുപോയി, ഞങ്ങളുടെ പിതാവ് മരിച്ചുപോയി, ഞങ്ങൾ ഏതാണ്ട് ഇത്ര സഹോദരങ്ങളുണ്ട്, സഹോദരങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൻ്റെ വിൽപ്പത്രം ഒന്ന് വായിച്ചിട്ട് ഞങ്ങൾക്കുള്ള വിഹിതം എത്രയാണ് എന്ന് അവരവർ മനസ്സിലാക്കാൻ തക്കവണ്ണം വെച്ചിരിക്കുന്ന ദിവസമാണിന്ന്. ആ ദിവസത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി ഞങ്ങളുടെ അപ്പച്ചൻ്റെ വിൽപ്പത്രം വായിക്കുന്നത് കേൾക്കാൻ പോകുകയാണ്. എത്ര യുക്തമായ മറുപടിയാണ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ അപ്പച്ചൻ്റെ വിൽപ്പത്രം വായിക്കുന്നത് കേൾക്കാൻ പോകുകയാണ്. ശരിക്കും പറഞ്ഞ സത്യമല്ലേ? കാൽവറി ക്രൂശിൽ നമ്മുടെ അപ്പച്ചൻ മരിച്ചു. അതിലൂടെ എനിക്കും നിനക്കും ഒരവകാശം വെച്ചിട്ടുണ്ട്. ആ അവകാശത്തിൽ നിന്റെ വീതം എത്രയാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആകയാൽ ഇന്ന് പകൽ നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇവിടെ നിങ്ങളോട് എന്താണ് പങ്കുവയ്ക്കേണ്ടത് എന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ജാഗരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെട്ട ഒരാലോചന, ഒരു പ്രാവചനീയ വിഷയം പങ്കുവയ്ക്കുവാനാണ് ഞാൻ കടന്നു വന്നതെങ്കിൽ തന്നെയും എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു നിയോഗം ഇതാണ്: ജീവിത പ്രതിസന്ധികളിലെ പുറകിലെ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുക. ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിത പ്രതിസന്ധികളുടെ പുറകിലെ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുക. ഈ പകൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. എൻ്റെ അപ്പനുള്ളതിനേക്കാൾ, എൻ്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ, എൻ്റെ അടുത്ത രക്തബന്ധങ്ങൾക്കുള്ളതിനേക്കാൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാനൊരു സങ്കീർത്തന വേദഭാഗം ഉദ്ധരിക്കുമ്പോൾ എന്നോടൊപ്പം അത് മനസ്സിൽ കരുതുന്ന ദൈവമക്കൾ ഒന്ന് ഉദ്ധരിച്ച് പറയണം: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എൻ്റെ ഭൂതകാലം അങ്ങയുടെ നിയന്ത്രണത്തിലാണ്, എൻ്റെ ഭാവി കാലം അങ്ങയുടെ നിയന്ത്രണത്തിലാണ്, എൻ്റെ വർത്തമാനകാലത്തിന്മേൽ അങ്ങയുടെ കരം ഞാൻ കാണുന്നു. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കയ്യനെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം: എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു എന്ന് പറഞ്ഞാൽ, നെയ്ത്തുകാരൻ കൊട്ടമെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ, എൻ്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ, ആ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ ഒരു പൊട്ടായി ഞാൻ പറ്റിപ്പിടിച്ച് വളരുമ്പോൾ എൻ്റെ ജന്മത്തിൻ്റെ പുറകിൽ ചലിച്ചത് മനുഷ്യൻ്റെ കരമല്ല, മഹാദൈവമേ നിന്റെ കരമാണ്. അടുത്ത വാക്ക് ദൈവമക്കൾ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറയണം: നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇവ എല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ ജനിക്കുന്നതിന് മുൻപ്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ജന്മം തരുന്നതിന് മുൻപ്, എന്നെ ലോകത്തിൽ ആരെങ്കിലും പേർ വിളിക്കുന്നതിന് മുൻപ്, എൻ്റെ പുഞ്ചിരിയോ കരച്ചിലോ മറ്റുള്ളവർ കാണുന്നതിന് മുൻപ്, ഞാൻ എവിടെ ജനിക്കും
ജനിക്കണം, എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, എൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, എൻ്റെ ജീവിത പങ്കാളി ആരാകണം, എൻ്റെ ഭവനം എവിടെ ഉയരണം. അതെ, എൻ്റെ ജനനത്തിൻ്റെ നാഴികയ്ക്കും എൻ്റെ മരണത്തിൻ്റെ വിനാഴികയ്ക്കുമിടയിൽ ഞാൻ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവവൈതൽ ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ അകം കത്തിക്കൊണ്ട് പറയണം, ഒരു പൈശാചിക ശക്തികൾക്കും ഒരു സാത്താന്യ വ്യാപാരങ്ങൾക്കും ഒരു അന്ധകാര ബന്ധനത്തിനും ഒരു ശാപത്തിൻ്റെ കെട്ടുകൾക്കും ഒരു ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും ബന്ധിക്കാൻ കഴിയാത്ത ദൈവശക്തിയാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പുറകിൽ ചലിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന പരിശോധനകളാകട്ടെ, ഇതിൻ്റെ പുറകിൽ ഉയരുന്ന നന്മകളാകട്ടെ, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീയും ഞാനും അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിലെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ആശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ, ദൈവത്തിൻ്റെ സർവജ്ഞാനവും നമ്മുടെ ജീവിത സംഭവങ്ങളും ഞാൻ ഇങ്ങനെ വിശകലനം ചെയ്യാം. ദൈവം സർവജ്ഞാനിയാണ്. ആ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും സകലത്തെയും തന്നെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവുമായ മഹാദൈവത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്ന ദൃഷ്ടികൾക്ക് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. അവൻ സർവജ്ഞാനിയാണ്. അപ്പോൾ തന്നെ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ അനാദി നിർണയം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ദൈവത്തിൻ്റെ അനാദി നിർണയം. അനാദി നിർണയം അതെവിടെയാണ് തുടങ്ങിയത്? ആദിക്ക് മുൻപൊരു ആദിയുണ്ടെങ്കിൽ അതാണ് അനാദി. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1:1 ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ അതാണ് ആദി. ആദിക്ക് മുൻപൊരാദിയുണ്ട്, അതാണ് യോഹന്നാൻ 1:1 ആദി. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദിക്ക് മുൻപൊരാദിയുണ്ട്, അതാണ് അനാദി. ആ അനാദിയിൽ എന്നെ പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതിയാണ് എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇങ്ങനെ പറയണം, ഫോർട്ട് കൊച്ചിയിൽ ഇതുപോലൊരു സഭ ഉടലെടുക്കുമെന്നും ഇത്തരം ഒരു അഭിഷിക്തൻ ഇവിടെ നിൽക്കുമെന്നും ഇവിടെ ആത്മാക്കളെ വിടുവിപ്പാൻ ദൈവം നിന്റെ ദാസനെ തീക്കട്ടയാക്കി ഉപയോഗിക്കുമെന്നും എൻ്റെ ദൈവത്തിന് അനാദിയിൽ ചെയ്ത പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും എൻ്റെ ദൈവത്തിൻ്റെ അനാദിയിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ അനാദിയിൽ നിത്യതയുടെ പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിലെ ദൈവത്തിൻ്റെ പദ്ധതി വായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 14-ാം അധ്യായം 22-23 വാക്യങ്ങൾ ശ്രദ്ധയോടെ തുറന്ന് നിങ്ങൾ ആ ഭാഗത്തേക്ക് ചിന്ത കേന്ദ്രീകരിക്കുക. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അടുത്ത വാക്യം കൂടെ, അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിക്കാമോ? കർത്താവിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ വായിക്കുന്നത് ആവർത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഓർമ്മ കുപ്പിക്കഴുത്ത് പോലെയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ കിണറ്റിൻ്റെ കരയിൽ ഒരു കുപ്പി കൊണ്ട വെച്ചിട്ട് ഒരു തൊട്ടി വെള്ളം കോരി കുപ്പിയുടെ മുകളിലേക്ക് ഒഴിച്ചാൽ കുപ്പിക്കകത്ത് എത്ര ലിറ്റർ എത്ര തുടം വെള്ളം കൊള്ളും? സ്തോത്രം.
കാര്യമായിട്ടൊന്നും കൊള്ളില്ല, പുറത്തൂടെ പോകും. എന്നാൽ ഒന്ന് സൂക്ഷ്മതയോടെ അതിലേക്ക് ആ തൊട്ടിയിൽ നിന്ന് പകർന്നാൽ കൃത്യമായി കൊള്ളും. പറയട്ടെ, പലപ്പോഴും ഉണർവ് പ്രസംഗങ്ങളിൽ ഞങ്ങൾ ഉയർത്തുന്ന വചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ ചെറിയൊരു ഭാഗം പോലും ബോധപൂർവം അകത്ത് കയറാതിരിക്കും. എന്നാൽ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്കൊരു ഏകാഗ്രതയില്ലേ? അതുപോലെ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കത്തി കയറി ചെല്ലട്ടെ. സ്തോത്രം. എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് വായിച്ചാട്ടെ. എല്ലാവരും കൂടെ ചേർന്ന് 22, 23. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അപ്പസ്തോലിക സഭയുടെ വളച്ചുകെട്ടില്ലാത്ത സഭാചരിത്രമാണ് പ്രവർത്തികളുടെ പുസ്തകം. 3.5 പതിറ്റാണ്ടുകൾ സഭ എങ്ങനെ പോയി എന്നതിൻ്റെ പച്ചയായ വിശദീകരണം. ഒരിക്കൽ കുടുക്കു വാക്കോടെ പറഞ്ഞാൽ സഭയുടെ ഭരണം എങ്ങനെയായിരുന്നു. ട്രിക്കില്ലാത്ത തിരഞ്ഞെടുപ്പ്, അത് ബോധപൂർവം ഞാൻ ഉപയോഗിച്ച പ്രയോഗമാണ്. അതേ പ്രവർത്തികളുടെ പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ നമുക്ക് ട്രിക്കില്ലാത്ത തിരഞ്ഞെടുപ്പ് കാണാം. സ്തോത്രം. മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിലൂടെ ആയിരുന്നില്ല, ചീട്ടിലൂടെ ആയിരുന്നു. ട്രിക്കില്ലാത്ത തിരഞ്ഞെടുപ്പ്. അതിൽ തുടങ്ങുന്ന പ്രവർത്തികളുടെ പുസ്തകം വളരെ മനോഹരമാണെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പ്രഭാഷണ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു. സ്തോത്രം. അത് കൃത്യമായി നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ആ കാലത്തെ പ്രസംഗ വിഷയം, ദൈവദാസന്മാരുടെ പ്രസംഗ വിഷയം എന്തായിരുന്നു എന്നും വരെ കാണാൻ കഴിയും. നിങ്ങൾക്കറിയണം, പ്രവർത്തികളുടെ പുസ്തകം പരിവർത്തനത്തിൻ്റെ പുസ്തകമാണ്. പ്രവർത്തികളുടെ പുസ്തകം ആ ഒരു ചെറിയ കാലഘട്ടങ്ങളിൽ സഭ എത്തിച്ചേർന്ന സ്ഥിതി ഒന്ന് വിലയിരുത്താൻ പോകുകയാണ്. തികച്ചും ഏകാഗ്രമായി ശ്രദ്ധിക്കുക. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിലെ നിർണായകമായ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സംഭവം AD 64 ഭരിച്ച നീറോയുടെ ഭരണമാണ്. ഏറ്റവും നീചനും ക്രൂരനും കുടിലനും ക്രൈസ്തവ സഭയെ അതിഭീകരമായി ഉപദ്രവിച്ച എതിർക്രിസ്തുവിൻ്റെ ഭാവം വഹിച്ചയാളാണ് നീറോ. ആ സാമ്രാജ്യവ്യാപകമായ 2 പീഡകളാണ് ക്രൈസ്തവ സഭ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഒന്ന് AD 64 മുതൽ 68 വരെ റോമിനെ ഭരിച്ച നീറോയുടെ പീഡയും, മറ്റൊന്ന് ദൈവത്തിന് സ്തോത്രം AD 95 ഡൊമിഷ്യൻ്റെ പീഡയും. അതിലേറ്റവും ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്ത ഭരണാധികാരി നീറോയാണ്. അയാൾ ഒരു മാനസിക രോഗിയായിരുന്നു. മാനസിക രോഗി എന്ന് പറയുമ്പോൾ സ്തോത്രം, മറ്റുള്ളവരുടെ മരണപ്പിടച്ചിൽ പോലും, വേദന പോലും കൺമുൻപിൽ കാണുമ്പോൾ അതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരുതരം മാനസിക രോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. ഇത് ചരിത്രപരമായ വസ്തുതയാണ്. സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. 2 ഭാര്യമാരെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ അവരുടെ മരണപ്പിടച്ചിൽ കണ്ട് വല്ലാതെ അട്ടഹസിച്ച് ചിരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബാല്യത്തിലെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞാൽ, ഇദ്ദേഹം കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള പൂന്തോട്ടത്തിൽ ഓടി നടന്ന് കൊച്ചു ജീവികളെയും തുമ്പിയെയും പിടിച്ചതിന് ശേഷം അതിൻ്റെ മേൽ കമ്പി കോർത്തിട്ട് അത് മരണപ്പിടച്ചിൽ നടത്തുമ്പോൾ അത് കണ്ട് കൈകൊട്ടി അട്ടഹസിച്ച് സന്തോഷിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ ഇദ്ദേഹത്തെ ഭരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ സ്തോത്രം, ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് റോമിനെ പുനർനിർമ്മാണം ചെയ്യുവാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ച് കൊടും ക്രൂരതയ്ക്ക് മുൻപിൽ കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തോട് അടുക്കുമ്പോൾ ഇതിന് മുഴുവൻ കാരണക്കാർ ക്രൈസ്തവരാണെന്നും ഈ അഗ്നിബാധ റോമിൽ വരുത്തിയത് ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹമാണെന്നും പറഞ്ഞു പരത്തിയതോടുകൂടെ ക്രൈസ്തവരോടുള്ള വൈരാഗ്യം ഉയരുകയും കൊടുങ്കാറ്റ് പോലെ ജനങ്ങൾ ക്രൈസ്തവർക്ക് നേരെ തിരിയുകയും ഏറ്റവും ഭീകരമായി അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട്, ശ്രദ്ധിക്കണം, അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചും വായിലൂടെ വെള്ളമടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറി ചവിട്ടി പൊട്ടിച്ചും ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്കെടുത്ത് കുതിരയുടെ വാലിൽ കെട്ടി വഴിനീള വലിച്ചും അങ്ങനെ മനുഷ്യത്വരഹിതമായി ക്രൈസ്തവരെ കൊന്ന അതിനീചനായ ഭരണകർത്താവിൻ്റെ അതേ പ്രവർത്തനങ്ങൾ നീറോയിൽ കാണാൻ കഴിയും. അത് ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. രണ്ടാമത്തെ
രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മരണമാണ്. പത്രോസും പൗലോസും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് കൊല്ലപ്പെട്ടത്. പത്രോസ് ദൈവത്തിന് സ്തോത്രം തലകീഴായി ക്രൂശിക്കപ്പെടുകയായിരുന്നു. പൗലോസ് ദൈവത്തിന് സ്തോത്രം ഓസ്ട്രിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് കഴുത്ത് താഴ്ത്തി 4 അടി പൊക്കമുള്ളൊരു കൽത്തൂണിലേക്ക് കഴുത്ത് താഴ്ത്തി അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം കുറിക്കുന്ന പശ്ചാത്തലമാണ് അത്. AD 68 നടന്നത്. 67-68 കാലയളവിലാണ്. ഓർക്കുക, AD 70 യെരുശലേം ദൈവാലയത്തിന് വിനാശം സംഭവിച്ചത്. യഹൂദന്റെ ആരാധനാലയം എന്ന ആ തങ്കക്കുട കെട്ടിടം, ആ കനക കൊട്ടാരം കത്തി അമർന്നത് AD 70. ഈ 3 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ AD 64 ദൈവത്തിന് സ്തോത്രം ഇയാളുടെ പീഡയോ, AD 67-68 കാലയളവിലെ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ശിരച്ഛേദമോ, AD 70 യെരുശലേം ദൈവാലയ വിനാശമോ ഒരു വാക്കിൽ പോലും സൂചിപ്പിക്കാതെ പ്രവർത്തികളുടെ പുസ്തകം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കാരണം ഈ സംഭവങ്ങൾ ചരിത്രത്തിൽ ഉടലെടുക്കുന്നതിന് മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? പറയാം. ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് സഭ അന്നറിയപ്പെട്ട 3 ഭൂഖണ്ഡങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് ആ സഭയുടെ ജൈത്രയാത്ര തുടർന്നു കഴിഞ്ഞു. ഒരു വസ്തുത ഓർക്കുക, 3 ഭൂഖണ്ഡങ്ങളെ വലം വെച്ചുകൊണ്ട് ഈ സഭ ഉയർന്നതിൻ്റെ കാരണം അവരുടെ ഡോളറിൻ്റെ ശക്തിയല്ല, അവരുടെ പ്രതിരോധ ശേഷിയല്ല, ലീഡറിനെ ഗവൺമെൻറ് തൂക്കിക്കൊന്ന, ട്രഷറർ കെട്ടിഞ്ഞാന്ന് യൂത ആത്മഹത്യ ചെയ്ത, എരഗതിക്ക് പരഗതിയില്ലാത്ത, യാത്ര ചെയ്യാൻ ഒരു കൊല്ലി സൈക്കിൾ പോലും ഇല്ലാത്ത ആ കൊച്ചു സമൂഹം കൊണ്ട് അന്നറിയപ്പെട്ട ഏറ്റവും വലിയ ഭൂഖണ്ഡങ്ങളെ വലം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തും AD 52 ക്രൈസ്തവാശയങ്ങൾ എത്തിച്ചേർന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത്രയും സഭ വളരാൻ കാരണം സെഹിയോൻ മാളിക മുറിയിൽ വ്യാപരിച്ച ദൈവശക്തിയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുക, നിന്റെ കൈകളിൽ ഒന്നുമില്ലെങ്കിലും നിന്റെ മേൽ സെഹിയോൻ മാളിക മുറിയിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ കനത്ത വ്യാപാരം വ്യാപരിച്ചാൽ നാളെ നടത്താൻ ശത്രു ഒരുക്കുന്ന കണികളെ ഇന്ന് തകർക്കാൻ കഴിവുള്ള ദൈവസാന്നിധ്യമുണ്ട്. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഈ ആരാധനയിൽ ഇരുന്ന് ആത്മാവിൽ വിളിച്ചു പറയണം, അന്ന് വ്യാപരിച്ച അതേ ദൈവസാന്നിധ്യം ഇന്ന് ഞങ്ങൾക്കായി ഇവിടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടത്തിൽ സഭകൾക്കകത്തുണ്ടായ പ്രതിസന്ധികൾക്ക് നടുവിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ മുഴങ്ങിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തായിരുന്നു ഉപവാസ പ്രാർത്ഥനയിൽ അന്ന് മുഴങ്ങിയ സന്ദേശം? സഭകൾ തോറും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവവൃത്യന്മാരെ ആക്കി വയ്ക്കുമ്പോൾ അപ്പസ്തോലിക പിതാക്കന്മാർ കനം കൊണ്ടൊരു സന്ദേശം പങ്കുവച്ചിരുന്നു. ഇന്ന് പകലും രാത്രിയും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന നിയോഗത്താൽ ആ സന്ദേശം തന്നെ ഇവിടെയും പങ്കുവയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും ശബ്ദമുയർത്തി വാ തുറന്ന് അപ്പോസ്തോലിക കാലഘട്ടത്തിലെ ആ പച്ചയായ അന്നത്തെ സന്ദേശം ഒന്നുകൂടെ ഉദ്ധരിച്ച് പറയാൻ തുടങ്ങുകയാണ്. കർത്താവിന് സ്തോത്രം. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉലച്ചു പോന്നു എന്നല്ല, ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. സ്തോത്രം. എത്ര ഘോര പോരാട്ടങ്ങൾ എനിക്കെതിരെ ഉയർന്നാലും, എത്ര വലിയ പൈശാചിക കൂട്ടുകെട്ടുകൾ എനിക്കെതിരെ പ്രബലമായാലും, എത്ര വലിയ ശാപത്തിന്റെ ശക്തികൾ എനിക്കെതിരെ കൊടുങ്കാറ്റ് പോലെ ഇളകിയാലും, ദൈവരാജ്യത്തിലേക്കുള്ള എൻ്റെ യാത്രയെ തടയാൻ അവറ്റകൾക്ക് കഴിയുകയില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ശോധനകൾ നാളെ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി അഭിഷേകത്തിന്റെ അധികാരത്തോടെ പറയണം, എൻ്റെ കണ്ണുനീരിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇയ്യോബിന്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരമുയർന്നത് സത്യമാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരമുയർന്ന് ചലിച്ചത് സത്യമാണെങ്കിൽ, നീ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് നിന്നെ തകർക്കാനല്ല, വാഗ്ദത്ത ദേശത്തേക്ക്
നിനക്ക് നിത്യതയിലേക്കുള്ള നിന്റെ ചുവടുവയ്പ്പുകളുടെ പുറകിൽ നിന്റെ ആന്തരികാളത്വത്തിന് കരുത്തു പകരാൻ ആ ദൈവശക്തി നിനക്കായി വ്യാപരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉറപ്പോടെ പറ, ഞാൻ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും ഞാൻ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലമുള്ളത്. ഗ്ലോറി, രക്തത്താൽ ജയം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ഞാൻ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും ഞാൻ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലമുള്ളത്. ഈ പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഒരിക്കൽ കൂടെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാ പൂക്കൾക്ക് വേണ്ടി മാത്രം ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്താൽ പോരാ. ആ റോസാ പൂക്കളുടെ പുറകിലെ മുള്ളുകളെ ഓർത്തുകൂടെ എൻ്റെ ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ നിനക്ക് കഴിയണം. ആ പരിശുദ്ധാത്മ വ്യാപാരം ഒരു മേഘം പോലെ ഈ ഹോളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നിന്റെ ജീവിതത്തിലെ അസാധാരണ സമൃദ്ധി സാത്താൻ നിന്നെ തകർക്കാൻ മുഖാന്തരമാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ശോധനകൾ എൻ്റെ ദൈവം നിന്നെ തെളിയിക്കാനുള്ള മുഖാന്തരമാകും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ദൈവജനം മനസ്സിലാക്കുക, ഇങ്ങനെ നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. സ്തോത്രം. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 2, കഷ്ടതയോടുള്ള ഒരു ഭക്തന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം? 3, കഷ്ടതയിൽ ഒരു ദൈവ പൈതൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് ഈ വിഷയം നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുക. 1, ഒരു കഷ്ടത എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതൽ ഏത് വിധത്തിലൊക്കെയാണ് പരിശോധിപ്പിക്കപ്പെടുന്നത്? ഒരു കഷ്ടത ഒരു ദൈവ പൈതലിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? കഷ്ടതയുടെ പരിണിത ഫലം എന്തായിരിക്കും? സ്തോത്രം. മീൻകറി വെക്കാൻ അറിയാവുന്നവരൊക്കെ ആ വലതുകൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. മീൻകറി വെക്കാൻ സഹോദരിമാരോട് ചോദിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്ര. സഹോദരന്മാർക്ക് ചിലർക്കറിയാം അതിനകത്ത് എന്തൊക്കെയുണ്ട്, അതിനൊക്കെ ചേർക്കുന്ന ചേരുവ എന്തൊക്കെയാണ്. അതിനകത്ത് ഇഞ്ചിയുണ്ട് അല്ലേ? ഇവിടുത്തെ രീതിയൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലെ രീതി ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മുളക് പൊടിയുണ്ട്. അത് ഒഴിവാകാൻ സാധ്യതയില്ല. മുളക് പൊടിയുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും അതിൽ തന്നെ രുചികരമാണോ? ഒറ്റയ്ക്ക് ഇഞ്ചി വായിലിട്ട് ചവച്ച് കഴിക്കാൻ പറ്റുമോ? സ്തോത്രം. വെളുത്തുള്ളി അത് തന്നെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുമോ? മുളക് പൊടി അതിൽ തന്നെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യമെന്താ? വല്ലാത്ത ഘ്രാണശക്തിയുള്ള വസ്തുക്കളാണ് ഇതൊക്കെ. ഇതൊന്നും അതിൽ തന്നെ ശക്തിയുള്ളതല്ല, അതിൽ തന്നെ രുചികരമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു ദൂത് തിരിച്ചറിയണം. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അത് ക്യാൻസർ ആയാൽ, അത് സാമ്പത്തിക തകർച്ചയായാൽ, അത് കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായാൽ, അതിൽ തന്നെ സന്തോഷമല്ല, അതിൽ തന്നെ വേദനാജനകം തന്നെയാണ്. സ്തോത്രം. ജോസേഫെ സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ ഇറക്കി വിറ്റതും ദൈവത്തിന് സ്തോത്രം. പൊത്തിപ്പേറിന്റെ ഭാര്യ തുണിക്കഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ നിഷ്കളങ്കതയെ ചോദ്യം ചെയ്ത ദീർഘവർഷങ്ങൾ നീ ജയിലിൽ കിടന്നതുമൊന്നും അതിൽ തന്നെ നല്ലതല്ല. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരൊരുക്കിയ പരിശോധനകളെല്ലാം കൂടെ നിന്റെ രാജസ്ഥാനത്തേക്ക് ചവിട്ടിക്കയറുന്ന സ്റ്റെപ്പാക്കി മാറ്റാൻ എൻ്റെ ദൈവം എഴുന്നേറ്റത് സത്യമാണെങ്കിൽ, നീ അനുഭവിക്കുന്ന ചില പരിശോധനകൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും സ്തോത്രം, വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും മീൻ കഷണങ്ങളും കൃത്യ അനുപാതത്തിൽ ഒരടുപ്പിൽ വെന്ത് കുറുകിയ ചാറോടുകൂടി മേശപ്പുറത്ത് വരുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്നത് പോലെ, രൂപമാറ്റം വരുന്നത് പോലെ ഇന്ന് നീ അനുഭവിക്കുന്ന പരിശോധനകൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം രൂപപ്പെട്ട് കഴിയുമ്പോൾ അത് നിന്നെ തിന്മയ്ക്കല്ല, അത് നിന്റെ നന്മയ്ക്കാണ് എന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങൾ വരും എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ
കാണുന്ന കർത്താവിന്റെ കണ്ണുകൾ ചലിക്കുന്നു. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, ഇന്ന് പകൽ സാത്താൻ നിന്റെ കാതിൽ മന്ത്രിക്കുകയാണ്. അത് ഒരു കൊടിയ ബന്ധനമാണ്, അത് ഒരു ശാപത്തിന്റെ കെട്ടാണ്, അത് പൈശാചിക ശക്തികളുടെ ആവാഹിക്കലാണ്. നീ ഇത്രയും വർഷങ്ങൾ ദൈവത്തെ സേവിച്ചിട്ടും ഇത് നിനക്ക് അനുവദിച്ചത് ദൈവത്തിന്റെ ക്രൂരതയാണ്. നിന്റെ കഷ്ടതയിൽ ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഈ പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ ദൈവത്തെ സേവിക്കാൻ ഈ ആരാധനാലയത്തിൽ കടന്നു വന്നതിന് ശേഷം എൻ്റെ കഷ്ടത മുഴുവൻ അടിച്ച് ആറ്റിൽ കളയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ചലിക്കുന്നു. അതെൻ്റെ തിന്മയ്ക്കല്ല. ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ എനിക്ക് മനസ്സിലാകും, എൻ്റെ ദൈവം ഇത് നന്മയ്ക്കായി ചെയ്തു. ശബ്ദം ഉയരട്ടെ. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത് എന്തുകൊണ്ട്? വളരെ പ്രധാനപ്പെട്ടതായി ചിന്തിക്കുക. വേദപുസ്തകം പഠിച്ചാൽ വേദപുസ്തകത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഭക്തന്മാരും ശോധനകൾക്കകത്തുകൂടെ കടന്നു പോയിട്ടുണ്ട്. ശോധനകൾക്കകത്തുകൂടെ കടന്നു പോകാത്ത ഒരു ഭക്തനും വേദപുസ്തകത്തിലില്ല. ഇന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. സുഖകരമല്ല ക്രിസ്തീയ ജീവിതം. പക്ഷേ ഞാൻ പറയുന്ന ഭാഷ ശ്രദ്ധിക്കണം, വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. സമൃദ്ധിയുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന സാത്താന്റെ കണികളുണ്ട്. കഷ്ടത ഒരു ഭക്തനെയും തകർക്കില്ല. അതിൽ നീ തെളിയിക്കപ്പെടുകയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ കഷ്ടത, ശലോമോന്റെ സമൃദ്ധി, ഇത് രണ്ടും കൂടെ ഒന്ന് നിങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ എന്തായിരുന്നു ശലോമോന്റെ സമൃദ്ധി? അസാധാരണ സമൃദ്ധിയായിരുന്നു. ഒരു ദിവസം ശലോമോന്റെ ഡൈനിങ് ടേബിളിൽ വിളമ്പുന്ന ഭക്ഷണം ഒരു കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് കഴിച്ചു തീർക്കില്ല. അത്ര വലിപ്പമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു. അവൻ്റെ തങ്കക്കുട കെട്ടിടം, അവൻ്റെ അമ്പരചുംബിയായ അതിമനോഹരമായ ദന്തമന്ദിരങ്ങളൊക്കെ ഏറ്റവും ആകർഷണീയമായിരുന്നു. അയൽ രാജ്യങ്ങളിലെ രാജ്ഞിമാരും രാജാക്കന്മാരും അവൻ്റെ മഹത്വം കാണാൻ ചീട്ടെടുത്ത് കാത്തു നിന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു വസ്തുത ഓർക്കുക, ഇന്ന് അദ്ദേഹം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസവീരന്മാരുടെ ലിസ്റ്റിൽ പോലും പേരില്ലാതെ നരകത്തിലേക്ക് തള്ളപ്പെട്ട ശലോമോനെ, നിന്റെ സമൃദ്ധിയുടെ പുറകിൽ സാത്താന്റെ കണികൾ മറഞ്ഞിരിപ്പുണ്ട്. എന്നാൽ ദാവീദിനോട് ചോദിക്ക്, അദ്ദേഹം എന്താ പറയുന്നത്? എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞതെന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും. സ്തോത്രം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൃപ പ്രാപിച്ച ദൈവ പൈതലേ, ശോധന അനുഭവിക്കുന്ന ഇദ്ദേഹത്തോട് ഒടുവിലത്തെ സമയം ചോദിക്കണം, എങ്ങനുണ്ട് ജീവിതം? അദ്ദേഹം പറയും, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പ്രാർത്ഥിക്കുന്ന നീ ഇന്ന് അനുഭവിക്കുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ഇതിൻ്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ശബ്ദമുയർത്തി പറയണം, ഞാൻ സഹിക്കുന്ന പോരാട്ടങ്ങളുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ഉയർന്നു നിൽക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമുക്ക് ഒന്ന് ഓട്ടപ്രദക്ഷിണം പോലെ കടന്നു പോകണം. ഭക്തന്മാരുടെ ജീവിതം കടന്നുപോയ വഴികൾ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ ഈ സന്ദേശം ഒരു 1/4 മണിക്കൂറിനുള്ളിൽ തീരുവിടെ. എന്നാൽ മറവിയുടെ മാറാപ്പിലേക്ക് നിങ്ങൾ ഈ സന്ദേശത്തെ വലിച്ചെറിയരുത്. നിങ്ങളുടെ ഉള്ളിൽ ഈ സന്ദേശം ആഴത്തിൽ ആഴത്തിൽ തറച്ചിറങ്ങണം. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വേദഭാഗങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കണം. സ്തോത്രം. ഇന്ന് രാവിലെ ബെഡ്റൂം വിടുന്നതിന് മുൻപ് വ്യക്തിപരമായി ദൈവവചനം വായിച്ചവർ, കള്ളം പറയരുത്, ദൈവസാന്നിധ്യമാണ്, ദൈവസാന്നിധ്യത്തിന് മുൻപിലാണ്. വ്യക്തിപരമായി ദൈവവചനം വായിച്ചവർ മാത്രം ഒന്ന് കൈയുയർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. പല പ്രിയപ്പെട്ടവരുടെയും കരങ്ങൾ ഞാൻ കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വേദപുസ്തകം പഠിക്കുമ്പോൾ വചനത്തിൻ്റെ മുൻപിൽ ഒരു ഉണർവ് പ്രസംഗം എന്നതിനേക്കാൾ വിഷയത്തെ ഗൗരവപൂർവ്വം ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ മനസ്സ് തുറക്കണം. അല്ലാതെങ്കിൽ മമ്മിയുടെ അടുക്കലിരിക്കുന്ന പുരാതന വിത്ത് പോലെയുള്ളൂ നിങ്ങളുടെ കയ്യിരിക്കുന്ന വചനം. നമുക്കറിയാം, ഈജിപ്ഷ്യൻ മമ്മി എന്ന് പറയുന്ന ഉണക്കി വച്ചിരിക്കുന്ന ഡെഡ് ബോഡിയുണ്ട്. ആ ഡെഡ് ബോഡിയുടെ അടുക്കലെ പാത്രങ്ങൾക്കകത്ത് അവരൊക്കെ ഉപയോഗിച്ച പണ്ടത്തെ പയറുമണികൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 3.5 സഹസ്രാബ്ദം പഴക്കമുള്ള ഈ പയറുമണിക്കകത്ത് ജീവനുണ്ട്. പക്ഷേ മമ്മിയുടെ അടുക്കൽ പയറുമണി ഇരിക്കുന്നത് 3.5 സഹസ്രാബ്ദത്തിൽ ഉണങ്ങിയിരിക്കുക. ഇതുപോലെ വീണ്ടും ജനിച്ചതാണെങ്കിലും വന്നിരിക്കുന്ന നിന്റെ കൈകളിലിരിക്കുന്ന വേദപുസ്തകവുമായി നിനക്ക് ഒരു വിരൽ ബന്ധമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മമ്മിയുടെ അടുക്കൽ പാത്രത്തിലിട്ട് വെച്ചിരിക്കുന്ന പയറുമണി പോലെ ഉള്ളൂ നിന്റെ വചനം. എന്നാൽ പറയട്ടെ, പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, വ്യക്തിപരമായും ഈ വചനം ധ്യാനിച്ച് അയവിറക്കുന്ന പശുക്കൾ വീണ്ടും ഭക്ഷണം വായിലേക്ക് തിരിച്ചു വരുത്തി ചവച്ചിറക്കുന്നത് പോലെ ഈ വചനം ധ്യാനിക്കാൻ തക്കവണ്ണം ഉപയോഗിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് സ്തോത്രം. ആ പയറുമണികൾ അനുകൂല പശ്ചാത്തലത്തിൽ മണ്ണും വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ മുള പൊട്ടി ഉയരുന്നത് പോലെ നിന്റെ അകത്തേക്ക് ഈ വചനം വേരോടുന്ന പകലായി ഈ പകൽ തീരാൻ തുടങ്ങുന്നു. ദൈവാത്മാവ് പറയുന്നു, ആഴമായി ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ ഉള്ളിൽ വേരോടട്ടെ. അതിന് വിപരീതമായി നിന്റെ കണ്ണിനെ ബന്ധിക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും ആത്മാവിൽ ബന്ധിക്കപ്പെടട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ 2 കരവും ദൈവസ്ഥ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആദ്യം പാടിയ പാട്ടിന്റെ ചരണങ്ങൾ നമുക്കൊന്ന് ചേർന്ന് പാടാൻ തുടങ്ങുകയാണ്. നേരോ നീര പാമ്പ ശബ്ദമുയർത്തി നീണ്ട നാട് യോ കൂറുതോ നേരു ശബ്ദമുയർത്തി പാവാഴിയോ നീണ്ട ശബ്ദമുയർത്തി പഠിക്കട്ടെ. പാരം ഓടുന്നതോ പാരീതിയിലും ഭാഗ്യം നിന്റെ ഹീതം ശബ്ദം ഉയർത്തിക്കൊണ്ട് നിന്റെ ഹീതം അന്ധകാരം ഭീതികേളോ അപ്പനെ അന്ധകാരം ഭീതികേളോ അപ്പനെ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീ നിന്റെ ഗീതം ഗ്ലോറി കരമുയർത്തി ദൈവത്തിൽ നിന്ന് മഹത്വം അർപ്പിച്ചാട്ടെ. ഓർക്കുക, വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. നാം ചിന്തിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാഴത്തിൽ പതിയണം. ഒരു ഭക്തന്റെ പരിശോധനയുടെ പുറകിലെ ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ ഒരു ഭക്തൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അപ്പസ്തോലിക കാലഘട്ടത്തിൽ ഈ കഷ്ടതയെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്തായിരുന്നു? വിലയിരുത്തൽ ഇതാണ്: ഇങ്ങനെ നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. ഞാനതിൻ്റെ വിശദീകരണം പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും. പാമ്പ് കടിയേറ്റ് സ്വന്തം മകൻ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്നുകൊണ്ട് മോശവത്സരം എന്ന ഭക്തനായ ദൈവദാസൻ പാടുകയാണ്: നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണേ. നമ്മളൊക്കെ വിവാഹത്തിനും ഭവനപ്രതിഷ്ഠയ്ക്കും ആ പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻസ നമ്മൾ മറന്നുപോകും. അന്ധകാരം ഭീതികളോ
അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടിലും എല്ലാം എനിക്ക് ആശീർവാദം നിന്റെ ഹിതം പോലെ എന്നെ. പരിശുദ്ധാത്മാവിന്ന് പകൽ ഇതിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നേരെ പരിശുദ്ധാത്മ നിയോഗത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നീ അനുഭവിക്കുന്ന ശോധന എൻ്റെ ദൈവം കർട്ടന്റെ പുറകിൽ നിത്യതയിൽ മറച്ചു വച്ചിരിക്കുന്ന ഒരു പ്ലാനിന്റെ ഭാഗമാണ്. അത് ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം തിന്മ മാറ്റി നന്മയാക്കി കൊണ്ടുവരത്തക്ക വിധം അതിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് കടന്നുപോയ ഭക്തന്മാരുടെ ജീവിത ശോധനകളെ നാം ആത്മാവിൽ നിന്ന് വിലയിരുത്തിയിട്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുണരുന്ന ഒരു പകലാണ് ഈ പകൽ. കൃപ പ്രാപിച്ച ദൈവജനത്തിന്റെ നാവിൽ ആ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. വേദപുസ്തകത്തിലെ ചില ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നിങ്ങൾക്കറിയാമോ, ഇരമ്യാവിൻ്റെ ജീവിതാനുഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുക. ഇരമ്യാ പ്രവചനം 9:2 വാക്യം. ഇരമ്യാ പ്രവചനം 9:2 വേഗം വന്നാ. അയ്യോ എന്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിന്, അയ്യോ എന്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിന്, മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങളുടെ ബൈബിളിലേക്ക് തന്നെ നോക്കിയേ. അടിവരയിടാമെങ്കിൽ ഒന്ന് അടിവരയിടണം. ഭക്തന്മാർ കടന്നുപോയ ജീവിത സാഹചര്യം നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം ശക്തനായ ഒരു ദൈവദാസനാണ്. ദൈവത്തിന്റെ ദാസൻ യെശയ്യാവ്, ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകനാണ്. മനശ്ശെ എന്ന ദുഷ്ടഭരണാധികാരിക്ക് അദ്ദേഹത്തോട് വൈര്യമുണ്ടാകുകയും ഇദ്ദേഹത്തിന്റെ പ്രവചനം ഇഷ്ടപ്പെടാതെ വരികയും ഒടുവിൽ യെശയ്യാവിനെ കൊല്ലേണ്ടതിന് താൻ നിയമിച്ച ചുമതലക്കാർ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു നിഴൽ പോലെ ഓടുകയും അവസാനം ഒരു വനാന്തരത്തിലേക്ക് യെശയ്യാവ് ഓടിക്കയറിയപ്പോൾ വീണുകിടക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഒരു ദ്വാരത്തിലേക്ക്, ഒരു അള്ളയിലേക്ക് വലിഞ്ഞകത്ത് കയറുകയും അത് വണ്ടിക്കയറുകൊണ്ട് കെട്ടിയതിന് ശേഷം ആ വലിയ തടി പരസ്യമായി കാമരത്തിന്റെ പുറത്തേക്ക് എടുത്തു വെച്ച് ഈർച്ചവാൾ കൊണ്ട് കുറുകെ മുറിച്ച് യെശയ്യാവിനെ കൊല്ലുകയായിരുന്നു എന്നാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പറയുന്ന വിശുദ്ധന്മാരുടെ മരണങ്ങളിൽ ഒരുവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യെശയ്യാവാണ് എന്നാണ് യഹൂദ പശ്ചാത്തലം പറയുന്നത്. ആ ദൈവദാസന്റെ പുറകിൽ അടുത്തായി ദൈവം എഴുന്നേൽപ്പിച്ച ഭക്തനായ കർത്തൃദാസനാണ് ഇരമ്യാവ്. താൻ ജനത്തിനെ സ്നേഹിച്ച ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ശ്രദ്ധിച്ചാൽ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വരരുത്. സ്തോത്രം. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് എൻ്റെ തല അതേ വെള്ളക്കുഴിയും എൻ്റെ കണ്ണ് നീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ശുശ്രൂഷിച്ച ദൈവദാസനാണ് ഇരമ്യാവ്. പക്ഷേ തൻ്റെ ശുശ്രൂഷയുടെ ഗുണഭോക്താക്കളായ ആളുകൾ തൻ്റെ ശത്രുക്കളായി മാറി. ഒടുവിൽ അവരുടെ വായിലെ വാക്കുകൾ തനിക്കെതിരെ ഊരിയ വാളായി മാറി. വേദനയ്ക്ക് നടുവിൽ ഈ കർത്തൃദാസൻ പറഞ്ഞ വാക്കുകൾ ഹൃദയസ്പർശകമാണ്. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ദാസൻ പറയുക, അയ്യോ എൻ്റെ ജനത്തെ വിട്ടു പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ നിന്ന് ഓടി എങ്ങോട്ടെങ്കിലും പോയി ഒറ്റയ്ക്ക് ആരും ശല്യപ്പെടുത്താത്ത ഒരു ഏകാന്തതയിൽ എൻ്റെ ശിഷ്ടമുള്ള ആയുസിൻ്റെ ദിനങ്ങൾ കഴിച്ചാൽ മതിയായിരുന്നു. മനസ്സ് തളർന്നവനായി മറ്റുള്ളവരോട് തുറന്നു വെക്കാൻ കഴിയാത്ത വേദനകൾ വല്ലാതെ ഉള്ളിൽ ഉടക്കുമ്പോൾ അവിവേകമായി പോലും ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി ഓടി എവിടെയെങ്കിലും പോയി ആയുസിൻ്റെ ദിനങ്ങൾ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്ന വിധത്തിലുള്ള ഏകാന്തതയിൽ എനിക്കൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരാൾ ഇതിനകത്തുണ്ടോ? നിത്യത നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ നിന്നെക്കുറിച്ച് തന്നെ പൂർണ്ണമാകത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം നിന്റെ പുറകിൽ ഉയർന്നിൽക്കുന്നുണ്ട്. 4 പതിറ്റാണ്ടുകൾ ശുശ്രൂഷ പൂർത്തീകരിച്ച് വിശിഷ്ടമായൊരു പ്രവചന ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ ആശയങ്ങൾ എഴുതി ചേർത്ത് ഇസ്രയേലിൻ്റെ ഇന്നത്തെ പ്രവാസം അടങ്ങി വരെ കുറിച്ചതിന് ശേഷമാണ് തൻ്റെ ദാസന്റെ ഇഹലോക ദൗത്യം അവസാനിച്ചതെങ്കിൽ കൃപ പ്രാപിച്ച ദൈവ പൈതലെ, ആത്മാ
ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലെ, സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടാണ് നീ ഈ വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നതെങ്കിൽ ദൈവാത്മാവിന്ന് പകൽ നിന്റെ തലയിൽ കൈവച്ചൊരു ആലോചന വിളിച്ചു പറയുന്നു, അത് നിന്റെ തിന്മയ്ക്കല്ല, അത് നിന്റെ നന്മയ്ക്കാണ്. ഇന്ന് നിനക്കിതിൻ്റെ അർത്ഥം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ദിവസം നിത്യതയുടെ തീരം അണയുമ്പോൾ നീ പറയും, ഞാൻ അനുഭവിച്ച ആ ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചിരുന്നു. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ പകൽ, ആത്മമണ്ഡലം ചലിക്കുന്ന ഈ പകൽ, ചില വ്യക്തികളുടെ മേൽ ദൈവാഭിഷേകം വ്യാപരിക്കുന്ന ഈ പകൽ മനസ്സിനെ വല്ലാതെ കലുഷിതമാക്കി, ഉള്ളു വല്ലാതെ കത്തിച്ച് തകർത്ത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ പിടപ്പ് വ്യാപരിപ്പിച്ച് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ ഇനിയും രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്ന് സാത്താൻ നിന്റെ കാതിൽ മന്ത്രിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിന് അനുവദിച്ചിരിക്കുന്ന ഈ ശോധന ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് എൻ്റെ ദൈവം വെട്ടി തുറന്നിരിക്കുന്ന ഹൈവേ ആണ് എന്ന് ഞാൻ ആത്മാവിൽ പറയുന്നെന്ന് പറഞ്ഞ് എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കടക്കാനുള്ള കൃപ ദൈവം എൻ്റെ മേൽ പകരുമെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന്, നീ കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഞ്ഞല്ല, നീ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കണ്ടിട്ട് പറ, ഇത് തിന്മയ്ക്കല്ല, ഇതിന് പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഓ ഗ്ലോറി 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 ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ സമൃദ്ധി എന്ന് പറയുന്നത് രാവിലത്തെ അസാധാരണ അനുഗ്രഹം വൈകിട്ടത്തെ അസാധാരണ തിന്മയായി മാറും. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നിന്റെ ശോധനയ്ക്കകത്തും അസാധാരണ മനോസമാധാനം വ്യാപരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റാണ് ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡി മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ സമയം അദ്ദേഹം വെടിയേറ്റ സ്ഥലം ഡാളസിൽ, എൻ്റെ കുഞ്ഞുങ്ങൾ പാർക്കുന്നതിന് അധികം വിദൂരമല്ലാത്തൊരു സ്ഥലം, അദ്ദേഹം വെടിയേറ്റു വീണ ആ സ്ഥലത്ത്, സ്തോത്രം, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. ഓർക്കുക, രാഷ്ട്രീയ പ്രചരണാർത്ഥം ഒരു തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന വേളയിൽ ദൈവത്തിന് സ്തോത്രം, ജാക്വലിൻ കെന്നഡിയുടെ മടിയിലേക്ക് ചോരയിൽ കുളിച്ച് ജോൺ എഫ് കെന്നഡി വീഴുകയായിരുന്നു. 35ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. എന്നാൽ അന്ന് രാവിലെ സമയം അമേരിക്കയുടെ പ്രഥമ വനിത, സ്തോത്രം, ജാക്വലിൻ കെന്നഡിയോട്, സ്തോത്രം, അതേ പത്രപ്രവർത്തകർ ഒരു പ്രത്യേക ചോദ്യം ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ജാക്വലിൻ കെന്നഡി, നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയുണ്ട്? ഉടനെ ജാക്വലിൻ പറഞ്ഞ മറുപടി കേൾക്കണോ? ഈ ഭൂമിയിൽ വെച്ചും ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാനാണ്. ദൈവത്തിന് സ്തോത്രം, പറഞ്ഞ വാക്കാണ്. ഈ ഭൂമിയിൽ വെച്ചും ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാനാണ്. എന്നാൽ അന്ന് വൈകിട്ട് വെടിയേറ്റ് മരിച്ച ഡെഡ് ബോഡി വയ്ക്കേണ്ടിടത്ത് വെച്ചതിന് ശേഷം പത്രപ്രവർത്തകർ ഇവരെ കണ്ടിട്ട് ചോദിച്ചു, ജാക്വലിൻ, എങ്ങനെയുണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ? അലറി വിളിച്ചുകൊണ്ടൊരു ഭ്രാന്തിയെ പോലെ അവൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ഭൂമിയിൽ വെച്ചും ഏറ്റവും ദൗർഭാഗ്യ ഞാനാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, വൈറ്റ് ഹൗസ് റാണിയായാലും ഈ ഭൂമിയിലെ മുഴുവൻ സമൃദ്ധിയും നിന്റെ 2 കൈകളിലും തന്നാലും നീ ദൈവകൃപയിൽ നിൽക്കുന്നില്ലെങ്കിൽ ഇവിടത്തേക്കും ഏറ്റവും വലിയ സമൃദ്ധികൾ വൈകിട്ടാകുമ്പോൾ നിന്നെ നിർഭാഗ്യവതിയാക്കി മാറ്റും. എന്നാൽ അത് കയറി കിടക്കാൻ കൂരേ ഉള്ളെങ്കിലും, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആത്മാവിൽ പറയണം, കയറി കിടക്കാൻ കൂരേ ഉള്ളെങ്കിലും, വരുമാനത്തിന് വീട്ടുജോലിയാണെങ്കിലും, നീ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവപൈതലാണെങ്കിൽ, നിന്നെ പോലെ ഭാഗ്യശാലി മറ്റാരുമില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറ, ഒരുവന്റെ സമ്പത്തല്ല അവന്റെ സമൃദ്ധി നിശ്ചയിക്കുന്നത് അവൻ പ്രാപിച്ച ദൈവകൃപയാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കേട്ടോ, ഇന്ന് പല ഇടങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആത്മീയ കൂട്ടായ്മകൾക്ക് എത്തിച്ചേരുന്നതിൻ്റെ പുറകിലത്തെ ഉദ്ദേശം, ദൈവത്തിന് സ്തോത്രം, പുറകിലത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൗതിക നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായിട്ടാണ്. ദൈവജനം ശ്രദ്ധിക്കണേ, ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കണ്ണൊന്നടഞ്ഞു പോയാൽ പാട്ട പോലെ പൊളിഞ്ഞ് നിന്റെ മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിൽ കിടത്തുന്ന ഒരു പാട്ടവണ്ടി പുതിയത് വാങ്ങിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയല്ല
ഈ 16-ാമത്തെ ദിവസം നീ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. നിയമം മാറുമ്പോൾ ഭണ്ഡാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തു വാങ്ങിക്കാനുള്ള നിയോഗം പ്രാപിക്കാനല്ല ഇന്ന് പകൽ നീ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ നിയോഗത്തോടെ പറയാം, ഒരു നില തീർന്നതിന് മുകളിൽ 3 നിലയുടെ വെച്ച് നാട്ടിൽ പ്രൗഢി കാണിക്കാനല്ല ഇന്ന് പകൽ നീ ദൈവകൃപ പ്രാപിക്കാൻ ഇരിക്കേണ്ടത്. കിടക്കുന്നത് ചെറ്റക്കൂടിലാണെങ്കിലും അത് വൃക്ഷച്ചുവട്ടിലാണെങ്കിലും എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടാതെ എനിക്ക് നിത്യ വീട്ടിലെത്തണം എന്ന് ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞാട്ടെ. ഇങ്ങനെ ഞങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കാൻ കൊതിക്കുകയാണ്. ഈ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പാത ശോധനയുടെ പാതയാണ്. യിരെമ്യാവ് പറയുന്നു ആ കഷ്ടതയുടെ പാതയെക്കുറിച്ച്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകം പഠിച്ചു നോക്കൂ. യേശു ക്രിസ്തു കഴിഞ്ഞാൽ ദൈവത്തെ നേരിട്ട് കാണാൻ പൂർണ്ണ കാഴ്ചയില്ല, ഒരു മറഞ്ഞ കാഴ്ച കാണാൻ ഭാഗ്യം ലഭിച്ച അസാധാരണക്കാരനായ ഒരു കർത്തൃദാസനെ വേദപുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ 30 ലക്ഷം വരുന്ന ജനത്തിന് 40 കൊല്ലം ട്രാൻസ്ഫർ ഇല്ലാതെ ഭരിച്ച പാസ്റ്ററായിരുന്നു മോശ. സ്തോത്രം ഇല്ലേ? ഒരു വടി നീട്ടി കടൽ മുറിച്ചവൻ, ഒറ്റ കൽപ്പനയിൽ സ്തോത്രം ഭൂമി പിളർന്ന് ശത്രുക്കളെ വിഴുക്കിച്ചവൻ, അസാധാരണ ശക്തിയുടെ ഉറവിടമായിരുന്നു മോശ. മോശയെ പോലെ ഒരു നിയമദാതാവിനെ ചരിത്രം കണ്ടിട്ടില്ല. ലോകത്തിലെ സകല കോടതിയിലും നിലവിലിരിക്കുന്ന നീതി നിയമങ്ങളുടെ അസ്ഥിവാരം അഗ്നിക്കകത്ത് നിന്ന് പ്രാപിക്കാൻ 40 ദിവസം ദൈവ സാന്നിധ്യത്തിൽ ഉപവസിച്ചവരാണ് മോശ. നിങ്ങൾക്കറിയാമോ, സാധാരണ ഉപവാസമല്ല, ഈ തീക്കകത്തോട്ട് ദൈവത്തിന് സ്തോത്രം. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ച് വിറയ്ക്കുന്നേ എന്ന് മോശ പറയുന്ന ആ തീക്കകത്തോട്ട് കയറി ചെന്ന് 40 ദിവസം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ കാഴ്ചക്കാരായ ആളുകൾ പറയുന്നു, മോശേ നിന്റെ ത്വക്ക് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാദൈവത്തിന്റെ തേജസ്സിനെ സ്വന്തം മാംസ ത്വക്കിൽ പ്രതിഫലിപ്പിച്ച് ജനത്തെ കണ്ണഞ്ചിപ്പിച്ച ഒരു കർത്തൃദാസനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാസനായ മോശയാണ്. വചനം കേൾക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, അതിൽ വലിയവരാരും ഞങ്ങളാരുമല്ല, ഒരഭിഷിക്തനുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ആ കർത്തൃദാസൻ ഒരു ദിവസം കർത്തൃസന്നിധിയിൽ ചെന്ന് കവിണ് വീണതിന് ശേഷം പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാമോ? എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. സ്തോത്രം. എങ്ങനുണ്ടായിരുന്നു? എന്നെ കൊന്നുകളയണേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കല്ലേ എന്ന് പറഞ്ഞാൽ കാലം കണ്ട കരുത്തുറ്റ ആ കർത്തൃദാസൻ പോലും അസാധാരണ മാനസിക വേദനയിലൂടെയാണ് ജീവിതയാത്ര നയിച്ചത്. ചെറിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ പോലും മരണം കൊതിക്കത്തക്ക വിധത്തിൽ നിന്റെ മനസ്സിന്റെ ബലഹീനത പ്രബലമാണോ? പറന്നുയരാൻ ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ അനുവദിക്കാതെ കൂട്ടിലടച്ചൊരു പക്ഷിയെ പോലെ മനസ്സ് കലുഷിതമായിട്ടാണോ ഈ ആരാധനയ്ക്കകത്തിരിക്കുന്നത്? എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന് ആത്മാവ് പറയുന്നു, നിന്റെ ശോധനയുടെ പുറകിൽ ദൈവകരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അതിൻ്റെ പുറകിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ആരാധിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഞാൻ അനുഭവിക്കുന്ന ശോധനയ്ക്ക് പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഈ പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ചിലർ തലയിൽ കൈവച്ച് ദൈവത്തിന് ആത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. നീ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ആത്മാവിൽ കാണണം, എൻ്റെ ശോധനകളെല്ലാം എൻ്റെ മരണത്തിന് മുൻപ് പ്രാർത്ഥിച്ചു മാറ്റാനുള്ള അസാധാരണ ശക്തി ദൈവം എനിക്ക് അനുവദിച്ചിട്ടില്ല. ചില ശോധനകൾ ദൈവത്തിൻ്റെ ദിവ്യ പ്രവൃത്തിയാൽ മാറും,
ചില ശോധനകൾ ഒരു ക്ലിപ്തകാലം എന്നോട് പോരാടിക്കൊണ്ടിരിക്കും. ചില ശോധനകൾ എൻ്റെ നിത്യയാത്രയ്ക്കുള്ള വഴിയായെന്ന് വരും. എന്നാൽ എന്താണ് ഇതിൻ്റെ പുറകിലെ കാരണമെന്ന് പ്രാർത്ഥിച്ച് കർത്തൃസ്ഥലിൽ നിന്ന് കണ്ടുപിടിച്ച് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുന്നേൽക്കാൻ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ശോധനയ്ക്ക് പുറകിലെ കാരണം കണ്ടെത്താൻ ദൈവസ്ഥലിൽ കാത്തിരിക്കുക. ഇത് തിന്മയ്ക്കല്ല, ഇതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ കൊച്ചു ചോദ്യം ചോദിക്കുന്നത്, ശാന്തമായി മറുപടി പറഞ്ഞാൽ മതി. ജന്മം മുതൽ ഇന്ന് വരെ സമൃദ്ധി ആയിരുന്നെങ്കിൽ ഈ കൂട്ടായ്മയിലെത്തും എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരിനകത്തുണ്ട്? ഹലോ, മനസ്സിലായില്ലേ? ജന്മം മുതൽ ഇന്ന് വരെ സമൃദ്ധിയായിരുന്നെങ്കിൽ ഈ കൂട്ടായ്മയിൽ എത്തും എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നമ്മെ ഈ കൂട്ടായ്മയിൽ എത്തിച്ചത് നമ്മുടെ സമൃദ്ധിയല്ല, നമ്മുടെ ശോധനയാണ്. അങ്ങനെയെങ്കിൽ ഈ ശോധന സാധാരണ ശോധനയല്ല. ഈ ശോധനയുടെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾക്കറിയാമോ, തിരശീലയ്ക്ക് പുറകിൽ ദൈവത്തിന്റെ പ്ലാൻ ഭക്തന്മാരുടെ ശോധനയിലുണ്ടോ? ഉണ്ട്. അത് രോഗം മുതലുണ്ട്. ഇസഹാക്ക് അബ്രഹാമിന്റെ മകനാണ്. ഭക്തത്രയങ്ങളിൽ പ്രധാനിയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഭക്തത്രയങ്ങളിൽ പ്രധാനിയാണ്. അബ്രഹാം ഭാര്യയുടെ മരണശേഷം പുനർവിവാഹിതനും ആരോഗ്യദൃഢഗാത്രനുമായിരുന്നു. പക്ഷെ ഇസഹാക്ക് അപ്പൻ്റെ പകുതി പ്രായമെത്തിയപ്പോൾ തന്നെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. സ്തോത്രം. 2 കണ്ണിൻ്റെയും കാഴ്ച പോയത് കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ തപ്പി നോക്കത്തക്ക നിലയിലേക്ക് മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് എത്തിച്ചേർന്നു. ഇല്ലേ? മക്കളെ തപ്പി നോക്കേണ്ടി വന്നു. ഇസഹാക്കേ, നീ എന്തിനാണ് ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യാത്തവനായത്? നിനക്കറിയില്ല, തിരശീലയ്ക്ക് പുറകിൽ ദൈവത്തിന് ഇതിന് ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ പറയാം. നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ 2 മക്കളാണെന്നും മൂത്തവനെ ഇളയവനെ സേവിക്കുമെന്നും അല്ലേ പദ്ധതി? നിന്റെ കണ്ണ് കാണുമെങ്കിൽ ഏശാവിൻ്റെ തലയിൽ അനുഗ്രഹം ചെല്ലും. നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ വഴിമാറി അനുഗ്രഹം യാക്കോബിന്റെ തലയിൽ വരും. ഓ, രക്തത്താൽ ജയം. എൻ്റെ ദൈവം നിന്റെ വീട്ടിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിത്യതയുടെ ചില പദ്ധതികൾ നിറവേറ്റപ്പെടേണ്ടതിന് ഇന്ന് അനുഭവിക്കേണ്ട ശോധന ദൈവം അനുവദിച്ചിരിക്കുന്നെങ്കിൽ ഇതിന്റെ പുറകിൽ മഹാദൈവത്തിന്റെ കരം കാണുന്ന ദൈവമക്കൾ പറയണം, എന്നെ കൃപയിൽ നിർത്താൻ അവിടുന്ന് അനുവദിച്ച ശോധനയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച് ശോധന വിളിച്ചു വരുത്തണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം. നിങ്ങൾക്കറിയാമോ, മാരാമൺ കൺവെൻഷനിലെ നിറ സാന്നിധ്യമായിരുന്നു സ്റ്റാൻലി ജോൺസ്. ആ അനുഗ്രഹീതനായ കർത്തൃദാസൻ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്ക സമയം മുതൽ ഞാൻ അസാധാരണമായൊരു കുരിശ് വഹിച്ചിരുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കാൻ കർത്തൃസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് സഹിക്കാൻ വയ്യ, ഈ കുരിശൊന്ന് മാറ്റിത്തരണേന്ന്. അപ്പോഴൊന്നും കർത്താവ് കുരിശ് മാറ്റിയില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് ആ കുരിശ് എന്നിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി. പക്ഷേ അതോടെ ഞാൻ ബലഹീനനായി. ആത്മികമായി ശുശ്രൂഷയിൽ ഞാൻ ബലഹീനനായി. അപ്പോൾ ഒരു സത്യം എനിക്ക് മനസ്സിലായി. ഇത്രയും നാൾ എന്നെ ബലപ്പെടുത്തി നിർത്തിയത് എൻ്റെ സമൃദ്ധിയല്ല, ആ കുരിശായിരുന്നുവെന്ന്. ഇപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ, കൃപയിൽ ശക്തനാകത്തക്ക വിധം എനിക്ക് കുരിശ് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാരും കുരിശ് വിളിച്ചു വരുത്തണ്ട. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ അസാധാരണമായി തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്ന ദൂതിതാണ്. നിങ്ങൾ സ്വർണ്ണക്കടയിലേക്കോ രത്നക്കടയിലേക്കോ ഡയമണ്ട് കടയിലേക്കോ കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലെ കൺമുൻപിലേക്ക് ഒരു അതേ സാധനമെടുത്ത് കടക്കാരൻ വെച്ചിരിക്കുന്നത് വെള്ള പേപ്പറിലായിരിക്കയില്ല, ഒരു കറുത്ത പട്ടുതുണിക്കകത്തായിരിക്കും. കടും കളറുള്ള കറുത്ത പട്ടുതുണിക്കകത്ത് ഈ പ്രത്യേക ആ സാധനം വെക്കാൻ കാര്യമെന്താ? വില കൂടിയ സ്വർണത്തിൻ്റെ തിളക്കം കൂടുതൽ വർദ്ധിക്കുന്നത് ഈ കറുത്ത പട്ടുതുണിക്കകത്താണെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ശോധന ഈ പട്ടുതുണി പോലെയാണ്. എന്നാൽ ഇതിനകത്ത് നീ തിളങ്ങുന്ന തിളക്കം നിത്യതയിൽ പ്രതിഫലിക്കും എന്ന ബോധ്യം ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ശോധന തിരശീലയുടെ പുറകിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിൽ ശക്തനായ കർത്തൃദാസൻ
ദൈവത്തിൻ്റെ ദാസൻ ദാവീദ് പറഞ്ഞ വാക്കുകൾ എന്നറിയാമോ? പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നു, എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, കാതിൽ ചൂടോടെ വാർത്തകൾ എത്തുമ്പോൾ ഈ ഭക്തൻ വിറയ്ക്കുകയാണ്. പിതാവ് ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷെ ഇവൻ്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം അനുഭവിച്ചിട്ടില്ല. കൂട്ടുകെട്ടുണ്ടാക്കി ഒരു കൊടുങ്കാറ്റ് പോലെ തൻ്റെ മകൻ കൊട്ടാരത്തിലേക്ക് വരുന്ന വാർത്ത അറിഞ്ഞ് ഗതസമനയിലേക്ക് കയറിപ്പോകുന്ന യേശുവിനെ പോലെ കാലിൽ ചെരുപ്പിടാതെ തല മൂടിക്കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ഈ ദൈവദാസൻ ഒലിവുമലയുടെ കയറ്റം കയറുകയാണ്. ആ സമയം അദ്ദേഹം കരഞ്ഞു പാടുന്ന വാക്കുകൾ ഹൃദയസ്പർശകമാണ്. എന്നാൽ ഒരു വസ്തുത ഓർക്കുക, മനസ്സിനകത്ത് ഈ സമയം പലതും തോന്നും. ആദ്യം ഒരു പ്രതികാരദാഹമാണ് ദാവീദിൽ കത്തിയത്. സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ എന്ന് പറഞ്ഞുള്ള പ്രതികാരദാഹം. ഒടുവിൽ പറഞ്ഞു, എൻ്റെ ഭാരം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കാൻ തുടങ്ങുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കയില്ല. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണെങ്കിലും വിഷയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറി ഈ 16-ാമത്തെ പകലിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ കണ്ണുകൊണ്ട് തന്നെ ചില ദൈവപ്രവർത്തികൾ, നിന്റെ കണ്ണടയുന്നതിന് മുൻപ് വെളിപ്പെടുന്ന ചില ദൈവപ്രവർത്തികൾ നീ നേരിട്ട് കാണുന്ന ദിവസങ്ങളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, മനുഷ്യന്റെ കൈ തൊടാതെ എൻ്റെ ദൈവത്തിൻ്റെ കരം അവൻ്റെ ശത്രുക്കളുടെ മേൽ ക്രിയ നടത്താൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവദാസന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ തൻ്റെ ശത്രു അത് കെട്ടിഞ്ഞാന്ന് ചാകത്തക്ക വിധം ദൈവ കാര്യങ്ങളെ മാറ്റിക്കുറിച്ചു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ശത്രുവായി വന്ന അബ്ശാലോം അവൻ്റെ അഭിമാനമായ തലമുടി അവൻ്റെ തൂക്ക് കയറായി മാറി. ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ്റെ വാഹനമൃഗമായ കോവർ കഴുത അവൻ്റെ ആരാച്ചാരായി മാറി. അവൻ്റെ മുൻപിൽ ഉയർന്നിൽക്കുന്ന കരിവേലകം അവൻ്റെ കുലമരമായി മാറി. മനുഷ്യൻ്റെ കൈ തൊടാതെ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കാരണം ഇന്ന് പകൽ ആത്മാവിൽ ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ, എൻ്റെ വിഷയം എൻ്റെ ദൈവം ഏറ്റെടുത്താൽ, രക്തത്താൽ ജയം. നിന്റെ വിഷയം നിന്റെ ദൈവം ഏറ്റെടുത്താൽ ചില അഭിമാനങ്ങളെ മുഴുവൻ ദൈവം തൂക്കുകാരാക്കി മാറ്റും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അവൻ ശക്തനായി എഴുന്നേൽക്കും. തിരിച്ചറിഞ്ഞിട്ട് വിളിച്ചു പറ, എൻ്റെ ഈ ശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രത്തിൽ ശാരീരികാരോഗ്യം കൊണ്ടും മാനസികാരോഗ്യം കൊണ്ടും അസാധാരണ കൃപാവരങ്ങളാൽ ജ്വലിച്ച് ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട കർത്തൃദാസനാണ് ഏലിയാവ്. ഏതൊരു ഉപവാസ പ്രാർത്ഥനയിലും ആ വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കാതിരിക്കില്ല. ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള മേഘത്തട്ടിന് മുകളിൽ മഹാദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വിശ്രമസ്ഥാനത്ത് പച്ച മാംസത്തിൽ വിശ്രമിക്കുന്ന ഒരു കർത്തൃദാസനുണ്ടെങ്കിൽ അത് ഏലിയാവാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് സാധാരണക്കാരനല്ല. ഏലിയാവ് ശാരീരികാരോഗ്യത്തിലും മികച്ചവനാണ്, മാനസികാരോഗ്യത്തിലും മികച്ചവനാണ്. തിസ്ബിയുടെ മലങ്കാടുകൾക്കിടയിൽ പ്രാർത്ഥനാ നിരതനായി കർത്തൃദാസൻ ഒരു കൊടുങ്കാറ്റ് പോലെ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം പൂട്ടിക്കെട്ടി പോക്കറ്റിൽ താക്കോലിടത്തക്ക വിധം ഈ കർത്തൃദാസൻ അസാധാരണ ശക്തിയുള്ളവനായിരുന്നു. രാജാവിൻ്റെ വേട്ടപ്പട്ടികളെ ഭയപ്പെടാതെ താൻ ധൈര്യത്തോടെ കൊട്ടാരം വിട്ട് കെരീത്തിൻ്റെ മണ്ണിലേക്ക് മടങ്ങിയപ്പോൾ കെരീത്തിൽ താൻ മുട്ടുമടക്കിയ ഇടത്ത് ഇറച്ചിക്കൊതിയനായ കാക്ക ഇറച്ചി വിളമ്പാൻ കാരണം ഇറച്ചിക്കൊതിയനായ കാക്കയുടെ തലയ്ക്കകത്ത് അങ്ങോട്ടുള്ള
GPS സിസ്റ്റം, വണ്ടിയെ കയറുമ്പോൾ GPS ഓൺ ചെയ്യല്ലേ, ഇതുപോലെ അങ്ങോട്ടുള്ള GPS സിസ്റ്റം വെച്ച കരമേതെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നിനക്ക് വേണ്ടത് നീ മുട്ടുമടക്കുന്ന ഇടത്തെത്തിക്കാൻ ആ കരം ശക്തമാണ് എന്ന് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തിന്? ഹല്ലേലൂയ. ഈ ദൈവദാസൻ അസാധാരണ മനോബലമുള്ളയാളാണ്. എങ്ങനെ മനോബലം? രാജാവിനെ കൺമുൻപിൽ കണ്ടപ്പോൾ ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ നീയും നിന്റെ പിതൃഭവനവുമാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അത് അസാധാരണ മനോബലമുള്ളവനെ പറ്റുകയുള്ളൂ. ഒടുവിൽ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് കർമ്മേൽ കൊടുമുടിയിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന ഈ ദൈവദാസൻ, ദൈവത്തിന് സ്തോത്രം, മുഴങ്കാലുകൾക്കിടയിൽ തലയിടണമെങ്കിൽ വയറൊട്ടും കാണരുതെന്നൊരാൾ പറഞ്ഞു. ശരിയാ, കൊടവയറൊട്ടുമില്ലായിരുന്നു. ഇദ്ദേഹം ശാരീരികമായിട്ട് എങ്ങനെയുണ്ട്? ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടിയോടുന്ന രാജരഥത്തിന് മുൻപിൽ, സ്തോത്രം, ആഹാബേ പെരുമഴ വരുന്നു, രഥം പൂട്ടി ഓടിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ പെരുമഴയുടെ മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രഥത്തിന് മുൻപിൽ ഇസ്രയേലിൽ എത്തും വരെ ഓടാൻ കഴിയണമെങ്കിൽ ഇയാളുടെ ആരോഗ്യം ശക്തമാണ്. ഇനിയും ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവദാസൻ യാഗപീഠത്തിൽ ഒറ്റ പ്രാർത്ഥനയിൽ തീ ഇറക്കി കഴിഞ്ഞപ്പോ അവൻ കയ്യിൽ പടവാളെടുത്തൊരു യുദ്ധവീരനായിട്ട് അങ്ങ് മാറി. മുഴുവൻ ബാൽ അശേര പ്രവാചകന്മാരെ വെട്ടി നുറുക്കുമ്പോൾ ഇദ്ദേഹം സാധാരണക്കാരനല്ല. മനോബലം മാത്രമല്ല ഉണ്ടായിരുന്നത്, ശാരീരിക ബലവും ഉണ്ടായിരുന്നു. നിങ്ങൾ തികച്ചു ശ്രദ്ധിക്കണേ. ശരീരബലം ഉണ്ടായ ദൈവത്തിന്റെ ദാസൻ ഏലിയാവ്, മനോബലം ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ദാസൻ ഏലിയാവ്. പക്ഷേ ആഹാബിന്റെ ഭാര്യ ഇസബേലിന്റെ വാക്കിന് മുൻപിൽ മനസ്സ് കലങ്ങിയിട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിലേക്ക് വലിഞ്ഞു കയറിയതിന് ശേഷം പറയുന്നത്, എടുത്തുകൊള്ളണമേ, മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നില്ല, ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് എൻ്റെ ഓട്ടം തീർക്കണം, എനിക്ക് മരണമാണിഷ്ടം, എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഉള്ളിലെ ചില ശോധനകൾക്ക് മുൻപിൽ കാരണം കണ്ടെത്താതെ മനസ്സ് തളർന്ന് മരണം ചെയ്യാൻ നിവർത്തിയില്ലാത്തതിനാൽ എടുത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇവിടെ വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ നിന്റെ മനസ്സിൻ്റെ നിരാശയെ അടർത്തി മാറ്റിയിട്ട് നിന്റെ ശരീരത്തിൻ്റെ സിരകളിൽ ഒരു പുതുജീവൻ പകർന്ന് ഈ ഉപവാസത്തിൻ്റെ 16-ാം ദിനം നിന്നെ ബലത്തോടെ വിടാൻ അക്കാരം നിനക്കായി ചലിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിന്റെ കണ്ണുയർത്തി കാണേണ്ടത് ഇന്നത്തെ പ്രതിസന്ധിയല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയാണ്. ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ നമ്മുടെ നാട്ടിൽ ജാതകം എന്ന് പറയും, അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമല്ല. എങ്കിലും ഒരു മനുഷ്യന്റെ ജനന ജീവിത മരണം എന്നത് ചക്രമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ജാതക ഫലം പോലെ ഏലിയാവിന്റെ ജാതകം ഒന്ന് വായിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ വായിക്കാം. ദൈവത്തിന് ശ്രദ്ധിച്ച് കേൾക്കണം. ദിസ്പിയുടെ മലങ്കാടുകൾക്കിടയിൽ നിന്നും പ്രാർത്ഥനാവീരനായി കൊട്ടാരത്തിലെത്തണം. ദൈവത്തിന്റെ ദൂത തലമുറയോട് അറിയിക്കണം. കെരീത്തിൽ നിന്ന് കാക്കച്ചുണ്ടിൽ ഭക്ഷണം കഴിച്ച് കാട്ടരുവിയിലെ വെള്ളം കുടിക്കണം. ദൈവനിർണയത്തിന്റെ സമയത്ത് ദൈവത്തിന് സ്തോത്രം, പർവ്വതത്തിന് മുകളിൽ ദൈവത്തിന്റെ മഹത്വം തീയിറക്കി തെളിയിക്കണം. അതിനുശേഷം സ്തോത്രം, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. ശക്തനായി മുൻപോട്ട് നീങ്ങി രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. സഹപ്രവർത്തകനായ ഏലിശയും ഒന്നിച്ച് കൈകോർത്ത് യോർദാന്റെ അങ്ങേ കരയിലോട്ട് കയറണം. യോർദാന്റെ അങ്ങേ കരയിൽ കയറുന്നതോടെ ആകാശത്ത് നിന്ന് അഗ്നി അശ്വരഥങ്ങൾ ലിറ്ററലായി ഇറങ്ങി വരണം. അതിലോട്ട് കയറിയിരുന്ന് പറുദീസയിലേക്ക് പോകണം. പറുദീസയിൽ ചെന്ന് ദൈവത്തിന് സ്തോത്രം, മനുഷ്യ മാംസത്തിൽ അവിടെ പാർക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ അവനെ ബലപ്പെടുത്തേണ്ടതിന് പത്രോസും യാക്കോബും യോഹന്നാനും പച്ച കണ്ണുകൊണ്ട് നോക്കി നിൽക്കെ അവരുടെ കൺമുൻപിൽ വെളിപ്പെടണം. അതിനുശേഷം വീണ്ടും പറുദീസയിലേക്ക് കയറിപ്പോകണം. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ മാംസത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ദൂതന്മാരുടെ നടുവിൽ വസിക്കണം. ദൈവനിർണയത്തിന്റെ എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡയുടെ കാലത്ത് വീണ്ടും പലസ്തീന്റെ മണ്ണിലേക്ക് ഇറങ്ങി വരണം. ആ പലസ്തീന്റെ മണ്ണിൽ ദൈവപ്രവൃത്തിയുടെ ആയുധമായി മാറണം. അവന്റെ കയ്യാൽ കൊല്ലപ്പെടുമെങ്കിലും സകല വെബ്സൈറ്റുകളും നോക്കി നിൽക്കെ കാലൂന്നി പലസ്തീന്റെ നഗരവീഥിയിൽ എഴുന്നേറ്റ് വീണ്ടും പറുദീസയിലേക്ക് പോകണം.
ഇങ്ങനെ യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നീയാണോ നാളെ പട്ടി തിന്ന് തീർക്കാൻ ഇരിക്കുന്ന ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിൽ മരണം കൊതിക്കുന്നത്? ഈ രാത്രിപകൽ നടക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ചൂണ്ടി ദൈവത്തിന് ആത്മാവ് പറയുന്നു, ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിന്നെ കുറിച്ച് എൻ്റെ ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യപരിപാടികളെ കാണാൻ ഒന്ന് കണ്ണു തുറന്നാൽ ഈ ശോധനയുടെ പുറകിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിൽക്കിരിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറ, ഞാൻ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ശോധനകൾ ചെറുതാണോ വലുതാണോ അത് വിധമാണോ എങ്കിലും എൻ്റെ ദൈവത്തിന് സ്തോത്രം, എന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമായി നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് മുൻപിൽ കൂടുതൽ തിളക്കത്തോടെ എന്നെ വെളിപ്പെടുത്താനുള്ള ഭാഗമാണ്. എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ആ നിരാശയുടെ ബന്ധനത്തെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ വെട്ടിമാറ്റുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. മറ്റാരോടും തുറന്നു പറയാൻ കഴിയാതെ മനസ്സുകൊണ്ട് വല്ലാതെ കലങ്ങി അർദ്ധരാത്രിയുടെ യാമത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട് എഴുന്നേറ്റ് രക്തത്താൽ ജയം ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച് അതിനുശേഷം വല്ലതും വായിലിട്ട് ചവച്ച് കിടക്കയിലേക്ക് വീണ്ടും വെറുതെ യാന്ത്രികമായി പോയി കിടന്ന് ഗാഠനിദ്ര നഷ്ടപ്പെട്ടവനായി മനസ്സ് കലങ്ങുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന നിരാശയുടെ ബന്ധനത്തെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിത്യതയുടെ ദർശനത്തിന് മുൻപിൽ എൻ്റെ ദൈവം വെട്ടിമാറ്റിയിട്ട് ഒരു പുത്തൻ ബലത്തോടെ നിന്നെ ഈ പ്രാർത്ഥന കഴിച്ചു വിടാൻ എൻ്റെ കർത്താവിൻ്റെ കരം നിന്റെ അടുക്കലേക്ക് നീണ്ടിറങ്ങുന്ന പകലാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പകലിരിക്കുന്ന നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു അസാധാരണ കരുത്തു നിന്റെ മേൽ പകരാൻ ആ ദൈവപ്രവൃത്തി നിന്റെ മേൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിങ്ങളുടെ മനസ്സിനെ തകർത്തു കഴിഞ്ഞാൽ മറ്റു മേഖലകളെ ഉടച്ചു കളയാമെന്ന് സാത്താൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ തകർത്ത് കളയാൻ അതിശക്തമായി സാത്താൻ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ മനസ്സിന്റെ ബലം ചോർത്തിക്കളഞ്ഞ് ജീവിതത്തെ നിരാശയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ആ അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ നിയമരക്തത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. വേദപുസ്തകം കണ്ട കരുത്തുറ്റ കർത്തൃദാസനായ മോശ അസാധാരണമായ മാനസിക തകർച്ചയിൽ മരണം കൊതിച്ചത് സത്യമാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ഭൃത്യൻ ഇരമ്യാവ് കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന് എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ, സ്തോത്രം സ്തോത്രം. ഭക്തനായ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ, സകല ഭക്തന്മാരും ഈ ശോധനയ്ക്കകത്തൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നീയും ഈ ശോധനയ്ക്കകത്തൂടെ കടന്നു പോകാം. എന്നാൽ ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തേജസ്സോടെ വെളിപ്പെടുന്ന ഒരു കരം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. അതിന്ന് പകൽ നിന്റെ മേൽ ഒരു പുത്തൻ കരുത്തായി വ്യാപരിക്കുന്നു. രക്തത്താൽ ജയം. എക്സ്റേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക്, സ്കാനിങ് റൈസിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് യേശുവിൻ്റെ കണ്ണുകൾ ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ കത്തിക്കാളി കയറി ചെല്ലുന്നു. ചില മനസ്സിന്റെ കെട്ടുകളെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു. ചില മനോമണ്ഡലത്തെ ബാധിച്ചിരിക്കുന്ന നിരാശയുടെ ബന്ധനത്തിൽ നിന്ന് ദൈവം പ്രിയപ്പെട്ടവരെ ആത്മാവിൽ പുറത്തു കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ഉയരട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ആത്മാവിൽ നിയോഗത്തോടെ പറയട്ടെ, ശോധനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് ഏത് വിധത്തിൽ ബാധിക്കും, വൈകിട്ട് ഞാനത് വിശദീകരിക്കാം. ഒരു വസ്തുത ഓർക്കുക, നിന്റെ ശരീര തലത്തെ ബൈൻഡ് ചെയ്യുന്നതിന് മുൻപ്, നിന്റെ ഭൗതിക തലത്തെ ബന്ധിക്കുന്നതിന് മുൻപ്
നിന്റെ മനോതലത്തെ സാത്താൻ ബന്ധിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഭൂതബാധയല്ലാത്ത 10ഓളം മാനസിക പ്രശ്നങ്ങൾ ഇന്ന് ഭൂതബാധ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഭൂതബാധയല്ലാത്ത 10ഓളം മാനസിക പ്രശ്നങ്ങൾ ഭൂതബാധ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഡൗട്ട് സിൻഡ്രമാണ്, മറ്റൊന്ന് ഡിപ്രഷനാണ്, മറ്റൊന്ന് ഹാലൂസിനേഷനാണ്. ദൈവത്തിന് സ്തോത്രം. ഭൂതബാധയല്ലാതെ ഭൂതബാധയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇത് വ്യക്തികളെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിടും. സ്തോത്രം. ഒരിക്കൽ ഒരു വീട്ടിൽ, ക്രൈസ്തവ പശ്ചാത്തലമുള്ളൊരു വീട്ടിൽ, ഭാര്യ രാവിലെ 2 കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് മനസ്സിന് കട്ടി കുറഞ്ഞ ഒരു സഹോദരനാണ്. അദ്ദേഹം ഷെയ്വ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആ കാരയിൽ കയറി ഷെയ്വിംഗ് ബ്ലേഡ് എന്ന് ഉടക്കി ഇച്ചിരി ചോര വന്നു. ഓടിച്ചെന്ന് ഭാര്യയോട് ഡീ ചോര എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാര്യ അസ്വസ്ഥതപ്പെട്ട് 5 മിനിറ്റ് കൊണ്ട് സ്കൂൾ ബസ് വരുമെന്നുള്ളത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഒരുക്കി പൊതിയൊന്ന് കെട്ടിക്കൊടുത്ത് വണ്ടിയൊന്ന് കയറ്റി വിട്ടോട്ടെ മനുഷ്യ എന്നൊന്ന് ശബ്ദമുയർത്തി പറഞ്ഞു പോയി. എന്തായാലും വേണ്ടില്ല, ആ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം ഈ ഭർത്താവ് പപ്പായേ പപ്പായേ എന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തോട്ട് കയറി കതകിന് മുട്ടിയിട്ട് അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കുമ്പോൾ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയത് കൊണ്ട് വീടിൻ്റെ പിൻഭാഗത്തൂടെ ഇറങ്ങി ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയ കാഴ്ച. സ്തോത്രം. മറ്റൊന്നുമല്ല, ഫാനിൽ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. നിമിഷ നേരം കൊണ്ട് സാത്താൻ ആ മനസ്സിന്റെ ബലഹീനതയെ സ്വാധീനിച്ചു. അത് ആവാഹിക്കലേക്ക് മാറി. സ്തോത്രം. എന്നാൽ രക്ഷാനിർണയം പ്രാപിച്ച് കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ ആവാഹിക്കാൻ ദുരാത്മാവിന് കഴിയുകയില്ല, സ്വാധീനിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, നിനക്കത് ഭവിക്കരുതേ എന്ന് ക്രൂശീകരണം സംബന്ധിച്ചുള്ള വസ്തുത പറഞ്ഞപ്പോൾ യേശുവിനോട് പറയുന്ന പത്രോസിനോട് തിരിഞ്ഞ് പോ പിശാചേ എന്ന് പറഞ്ഞ് ശാസിക്കുമ്പോൾ ആ സമയം പത്രോസിന്റെ നാവിൻ തുമ്പ് സാത്താനാൽ സ്വാധീനിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ, നിങ്ങൾ കടന്നു പോകുന്ന ഒറ്റപ്പെടലുകൾക്ക് നടുവിൽ, നിങ്ങൾ ആരും ഇരമ്യാവിനേക്കാൾ, മോശയേക്കാൾ, പൗലോസിനേക്കാൾ വലിയവരല്ലല്ലോ. നീയും ഞാനും ഈ ശോധനയുടെ കടന്നു പോകാം. എന്നാൽ ഇവിടെ വേണ്ടത് ശരീരബലമല്ല, ഇവിടെ വേണ്ടത് മനോകരുത്താണ്. ഇന്ന് പകൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തേജസ്സിന്റെ കരം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന പകലാകണം. മനസ്സിനെ ബന്ധിച്ചിട്ടുള്ള ആ ബന്ധനത്തെ കർത്താവ് ഇന്ന് പകൽ യേശുവിൻ്റെ നാമം ചൊല്ലി ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിയമരക്തത്താൽ അഴിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കൃപ പ്രാപിച്ച ദൈവമക്കളും വേദപുസ്തകം മാറ്റിവെച്ച് നിങ്ങളെ കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയരട്ടെ. എല്ലാ സഹോദരങ്ങളും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പറയട്ടെ, ആദ്യം വേണ്ടത് നിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ആ ശക്തിയെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പകൽ പറയുന്നു ഒരിക്കൽ കൂടെ, നിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ആ ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയുക. ഓർക്കുക, ദൈവത്തിന് സ്തോത്രം. ഏദൻ പൂങ്കാവനത്തിൽ തന്നെ പാപക്കനി പിടിച്ച് കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന പാമ്പിന്റെ പുറകിൽ നിൽക്കുന്നത് പൈശാചിക ശക്തിയാണെന്ന് ദൈവത്തിന് സ്തോത്രം ഹൗവ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ രംഗം മാറിയേനെയും. അങ്ങനെയെങ്കിൽ നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ പുറകിൽ നിന്നെ സ്വാധീനിക്കുന്ന ശക്തി ഏതാണെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ എൻ്റെ ദൈവം രംഗം മാറ്റാൻ തുടങ്ങുകയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കണ്ടേ, ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ടേ. അർദ്ധരാത്രിയുടെ ഏകാന്തതകളിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിരാശ ഘനീഭവിക്കുമ്പോഴും മരണം പോലും
ഉള്ളുകൊണ്ട് കൊതിക്കത്തക്ക വിധം ആഴത്തിൽ തകർന്നു പോകാൻ നിന്റെ മനസ്സിനെ കൈവിട്ട് കളയുന്ന ആ ആധിപത്യത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ആത്മാവിൽ കണ്ടിട്ട് ഒന്ന് ആത്മാവിൽ ജയമെടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ജയം. രണ്ടാമത്, നീ ആത്മീക പോരാട്ടത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വാദിക്കുന്ന ബന്ധനത്തെ തകർക്കേണ്ടതിന് ഈ ആത്മീക പോരാട്ടത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ല. എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന പകലാണ് ഈ പകലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. അതിനെതിരെയുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇതിന്റെ പുറകിൽ, എൻ്റെ പുറകിൽ കാവലായി വെളിപ്പെട്ടു വരികയാണ്. രക്തത്താൽ ജയം. ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, അവിടുത്തെ വചനത്തിൻ്റെ അധികാരം, അവിടുത്തെ നാമത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നീ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ നിന്റെ വാ തുറന്ന് പറഞ്ഞ് ലജ്ജ കൂടാതെ നീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ആ നിരാശയുടെ ബന്ധനത്തെ നിന്റെ വാ തുറന്ന് ശാസിക്കാൻ എൻ്റെ ദൈവം ഇന്ന് പകൽ ഒരു പുതിയ കരുത്ത് നിന്റെ മേൽ പകരുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഉള്ളറകളിൽ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഉള്ളറകളിൽ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. പ്രാർത്ഥിക്കാൻ പോകുകയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ ജയം. നിങ്ങൾ ഇന്ന് പകൽ ബോധപൂർവം ആദ്യം നിങ്ങളുടെ മനസ്സിനകത്ത് ഈ കലക്കത്തിലേക്ക്, മനസ്സിന്റെ സമനില തകരുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കുന്ന ശക്തിയുടെ പുറകിൽ നിൽക്കുന്ന ഘടകത്തെ ആത്മാവിൽ നിന്ന് തിരിച്ചറിഞ്ഞ്, മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഹെരൂബുകൾ, സറാഫുകൾ ചുറ്റിച്ചുഴന്ന് നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകത്തിന് മുൻപിൽ കോടി കോടി ദൂതന്മാരുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് പകൽ എനിക്ക് കാവൽ മാലാഖമാരായി ആക്കി വെച്ചിരിക്കുന്ന ദൂതന്മാരുടെ പുറകിൽ ശക്തി വ്യാപരിക്കുന്നുണ്ടെന്നും ഞാൻ ഒറ്റയല്ലെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കരം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്നതിന്റെ വാ തുറന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച്, അവിടുത്തെ നാമത്തിൽ ആശ്രയിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു തൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ കരം തൊട്ടാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. അവൻ്റെ കരം തൊട്ടാൽ മുറിയാത്ത സാത്താന്യ കോട്ടകളില്ല. അവൻ്റെ കരം വ്യാപരിച്ചാൽ പൈശാചിക ശക്തികൾ തകരാതിരിക്കയില്ല. യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറ, എൻ്റെ മനസ്സിനകത്താധിപത്യം പുലർത്തുന്ന ആ ബന്ധനത്തിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് കൈകളും ഉയർത്തി യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ശബ്ദം ഉയർത്തി പറഞ്ഞേ. മറ്റുള്ളവരുടെ മുൻപിൽ ചിരിക്കുമെങ്കിലും, മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷിക്കുമെങ്കിലും, മറ്റുള്ളവരോട് സൗഹൃദത്തോടെ ഇടപെടുമെങ്കിലും മനസ്സ് വല്ലാതെ കലങ്ങുന്ന, മനസ്സ് വല്ലാതെ തകരുന്ന അവസ്ഥയിൽ നീ ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. നാളുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷത്തെ യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആരാധനയ്ക്കകത്ത് ദൈവാത്മാവ് എടുത്തു മാറ്റിയിട്ട് ഇന്ന് പകൽ ഒരു പുത്തൻ കരുത്തോടെയാണ് നിന്നെ ഭവനത്തിലേക്ക് മടക്കിവിടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന അസമാധാനത്തിന്റെ ഇരുൾ മൂടിയ മണ്ഡലങ്ങളെ കുഞ്ഞാടിന്റെ നിയമരക്തത്താൽ എളിയവൻ വെട്ടിയെറിഞ്ഞ് അതിന്മേൽ ജയമെടുക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കരം ഉയർന്നു നിൽക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇങ്ങനെ ഞങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവർ എന്ന് തിരുവചനത്താൽ തിരിച്ചറിയുന്നു. ഭക്തന്മാര് മുഴുവൻ ഈ ശോധനകളിലൂടെ പോയവരെങ്കിൽ ഞങ്ങളും ഈ ശോധനയിലൂടെ പോകേണ്ടവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് തളർത്തി മരണം പോലും കൊതിക്കത്തക്ക വിധം
ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിടത്തക്ക വിധം സാത്താന്യ ശക്തിയാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിതത്തെ തകർത്ത് കളയാൻ വാദിക്കുന്ന ആധിപത്യങ്ങളെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 16-ാം പകലിൽ ഈ നിൽക്കുന്ന വ്യക്തികളുടെ ശരീരങ്ങളിൽ നിന്ന്, അവരുടെ മനോമണ്ഡലത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ അവർക്കായി വ്യാപരിക്കട്ടെ. ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഒരു പുതിയ കരുത്ത് അവർക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശബ്ദമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. ആ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാവിൽ നിന്ന് പറഞ്ഞാട്ടെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതെന്നോട് അടുത്ത് വരികയില്ല. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. എനിക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവനെൻ്റെ കൈകളെ യുദ്ധത്തിനായി, എൻ്റെ വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കുന്നു. എൻ്റെ മനോ തകർച്ചകളുടെ പുറകിൽ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ജയമെടുക്കുകയാണ്. ഈ പകൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ കലക്കി, ഹൃദയത്തിന്റെ ധൈര്യത്തെ ക്ഷയിപ്പിച്ച്, ഒറ്റയ്ക്കിരുന്ന് കരയാൻ പ്രേരണ നൽകി, നിരാശയുടെ നീർച്ചുഴിയിൽ വലിച്ചിടയ്ക്കുന്ന എല്ലാ മാനസിക ബലഹീനതകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. വ്യക്തികളുടെ മേൽ വിജയം വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. വളരെ ഗൗരവമായി നിങ്ങൾ 1-ാം ഭാഗം ചിന്തിച്ചു വരികയാണ്. നമ്മൾ ഇന്ന് എടുത്ത കുറിവാക്യം എല്ലാവരും കൂടെ മനസ്സുകൊണ്ടെന്ന് വാ തുറന്ന് പറയാമോ? ഇങ്ങനെ നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. എങ്കിൽ ഒരു ഉറപ്പ്, ഭക്തന്മാർ എല്ലാം ഈ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ കഷ്ടത ഒരു ഭക്തനെയും തകർക്കുകയില്ല. സമൃദ്ധി അനേകരെ തകർത്ത് കളഞ്ഞു. ഈ കഷ്ടതയ്ക്ക് നടുവിൽ എൻ്റെ ദൈവം ഒരു പദ്ധതി കരുതി വെച്ചിട്ടുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, വാത്സല്യ സഹോദര, സ്തോത്രം. എസ്തേറേ, സഹപ്രവർത്തകരും കൂടെ പഠിച്ചവരും അനാഥരല്ലാതെ പോകുമ്പോൾ നീ മാത്രം അനാഥയായത് എന്തുകൊണ്ട്? നിന്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവൻ്റെ പരിചരണയിലെത്തിയാലേ അഹശ്വേരോശിൻ്റെ ഭാര്യയാകൂ. അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാൻ്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിറക്കുന്നതിന് മുൻപ് നിന്റെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതി തിരശീലയുടെ പുറകിൽ മറഞ്ഞിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിന്ന് പകൽ ചില വ്യക്തികളോട് പറയുന്നു, നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന് പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്കായി ചലിക്കുന്നു. അത് തിരിച്ചറിയുക.